ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തും സ്വാമിയും തങ്കച്ചിയും പ്ലാൻ ചെയ്തതുപോലെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശരത്ത്. അങ്ങനെ സ്വാമി പോയി കഴിഞ്ഞ ശേഷം ശരത്ത് തങ്കച്ചിയോട് പറയുകയാണ്, ഞാനൊരു പോറലും ഏൽപ്പിക്കാതെ സ്വാമിയെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ തങ്കച്ചി പറയണ, എങ്കിൽ ഇനി ഇപ്പോൾ എൻ്റെ റോളല്ലേ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തോളാം എന്ന് പറയട്ടോ. ശരത്തും നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ്. സമയം ദേവിക മനോഹരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, മോളെ നീ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ഓട്ടോയിലാണ് വന്നത്, പക്ഷേ അച്ഛ എന്താണ് വണ്ടിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, പെട്രോൾ തീരാനാണ് സാധ്യത, അല്ലാതെ വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ വരുന്ന വഴിയിൽ പെട്രോൾ പമ്പൊക്കെ പൂട്ടിയിരുന്നു, ഇത്രയും സമയമായില്ലേ, ഇനിയിപ്പോൾ സിവിൽ സർവീസിൻ്റെ പമ്പിൽ പോയാൽ മാത്രമാണ് പെട്രോൾ ഉണ്ടാവും, അതിപ്പോൾ ക്യാനിൽ ചെന്ന് ചോദിച്ചാലും അവർക്ക് തരാൻ സാധ്യതയില്ല, കാരണം ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ടല്ലോ. അപ്പോൾ മനോഹരൻ പറയണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് മനോഹരൻ പറയാൻ, അല്ല ദേവിക, ഇവിടെയല്ലേ നിരഞ്ജൻ ഡോക്ടറുടെ ക്ലിനിക് ഉള്ളത്? അത് ശരിയാണ്, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് ദേവിക പോവാട്ടോ. അപ്പോൾ മനോഹരനും ഒപ്പം വരാമെന്ന് പറയുമ്പോൾ, അത് വേണ്ട, അച്ഛൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം എന്ന് പറയണ. അങ്ങനെ മൊബൈലിലെ ടോർച്ച് ഓണാക്കിയ ശേഷം നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നിരഞ്ജൻ്റെ ക്ലിനിക്കിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നത് കാണുമ്പോൾ, ഇതെന്താ ക്ലിനിക്കിൻ്റെ ഡോറ് തുറന്നിട്ട് കിടക്കുകയാണല്ലോ എന്നൊക്കെ സ്വയം പറഞ്ഞ ശേഷം ദേവിക അതിലേക്ക് പതിയെ കയറുകയാണ് കേട്ടോ. ഒരു പേടിയോട് കൂടിയാണ് ദേവിക ക്ലിനിക്കിനകത്തേക്ക് കയറുന്നത്. അപ്പോഴാണ് ദേവിക ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത്. അങ്ങനെ ദേവിക ആ കാഴ്ച കണ്ടതോടുകൂടി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ പ്രേമ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ ദേവിക പ്രേമയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ബോധം കെട്ട് കിടക്കുന്ന പ്രേമയെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, പ്രേമേച്ചിയെ ഒന്ന് കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദേവിക പ്രേമയെ പൊക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ദേവികയ്ക്ക് പ്രേമയെ പൊക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദേവിക പെട്ടെന്ന് തന്നെ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ മനോഹരൻ, എന്താ മോളെ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ മോളെ? ഇവിടെ നിരഞ്ജൻ ഡോക്ടറുടെ ക്ലിനിക്കിനകത്ത് പ്രേമേച്ചിയുണ്ട്. പ്രേമേച്ചിയോ? പ്രേമയെ കാണാനില്ല എന്നല്ലേ സിദ്ധു പറഞ്ഞത്? അതെ അച്ഛ, ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പ്രേമേച്ചിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, പ്രേമേച്ചിക്ക് ബോധമില്ല, എന്നാൽ നമുക്ക് സിദ്ധുവിനെ വിളിച്ചാലോ, സിദ്ധു വരുമ്പോഴത്തേക്കും ഒരുപാട് നേരമാവും, നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും പ്രേമേച്ചിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ ഇത് ദൈവമായിട്ട് കാണിച്ചു തന്നതാണെന്ന് തോന്നുന്നു അച്ഛ, ഇതിൽ എന്തൊക്കെയോ ചതിയൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അച്ഛ നമുക്ക് രണ്ടുപേർക്കും പ്രേമേച്ചി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് മോളെ ഒരു കാറ് കിട്ടണ്ടേ, ഒരു വണ്ടി കിട്ടണ്ടേ, അതിനെന്ത് ചെയ്യും? നമ്മുടെ കാറാണെങ്കിൽ കേടാണല്ലോ, കാറിൽ പെട്രോൾ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യാ അച്ഛ, ആദ്യം അച്ഛൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പ്രേമയുടെ അടുത്തേക്ക് മനോഹരനും ദേവികയും കൂടി ചെല്ലാണ്. എന്നിട്ട് അവർ പ്രേമയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അതും നിത്യയുടെ ആത്മാവുള്ള ആ കാറിൽ തന്നെയാണ് അവരെത്തിക്കുന്നത്. അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്ന് കാറ് നിന്നു, അത് കഴിഞ്ഞ് പെട്രോൾ ഇല്ല എന്ന് കരുതി, പക്ഷേ ഇപ്പോൾ കാറ് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ടാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്ന് ദേവികയ്ക്കും മനോഹരനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പ്രേമയെ ആ കാറിൽ തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് അവർ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം തങ്കച്ചി മറ്റൊരു ഫോണിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പോലീസിനോട് പറയുകയാണ്, സിദ്ധുവിൻ്റെ ചേച്ചി പ്രേമയെ കാണാനില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ സാർ, ഇപ്പോൾ പ്രേമ നിരഞ്ജൻ്റെ ക്ലിനിക്കിലുണ്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പ്രേമയെ കാണാം, ആ സ്ത്രീ വല്ലാതെ അവശയായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ അവരുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ ജീവന് തന്നെ ആപത്താണ് എന്ന് പറയട്ടോ. അപ്പോൾ പോലീസ് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ സാറൊന്ന് പോയി അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ തങ്കച്ചി ഫോൺ കട്ടാക്കുകയാണ്. എന്നിട്ട് അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. അപ്പോൾ പോലീസിനൊരു ചെറിയ സംശയം വരികയാണ്, ഇതിപ്പോൾ ആരായിരിക്കും വിളിച്ചത്, എന്തായാലും വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ നിന്നും അവരെല്ലാവരും കൂടി നേരെ നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ഈ സമയം നിരഞ്ജൻ്റെ അമ്മ നിരഞ്ജന് ഫോൺ വിളിക്കുകയാണ്, മോനെ എനിക്കിത് പുതിയ വീടായതുകൊണ്ട് തന്നെ എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു, മോൻ പെട്ടെന്ന് ഇവിടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ആ അമ്മ ഞാൻ ഇതാ വരുന്നു, എന്തിനാ അമ്മ പേടിക്കുന്നത്, അവിടെ അമ്മയെ ശല്യപ്പെടുത്താൻ ആരുമില്ലല്ലോ, അതുതന്നെയാണ് മോനെ എൻ്റെ പേടി, എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു, മോൻ പെട്ടെന്ന് ഇവിടേക്ക് വാ എന്ന് പറയട്ടോ. അങ്ങനെ നിരഞ്ജൻ, ദാ വരുന്നു അമ്മ, ഞാൻ ഇപ്പം തന്നെ അവിടേക്ക് വരാം, അമ്മയ്ക്ക് വല്ല ഭക്ഷണവും കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൻ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ നിരഞ്ജൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം മനോഹരനും ദേവികയും പ്രേമയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. പ്രഭാവതി കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പ്രേമയും കൊണ്ടു ചെന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഡോക്ടറുമായിട്ട് ദേവിക സംസാരിക്കുകയാണ്, ഈ പ്രേമേച്ചിയെ കാണാനില്ലായിരുന്നു, പ്രേമേച്ചി മിസ്സിംഗ് ആയിരുന്നു, പക്ഷെ ഞാനും അച്ഛനും കൂടി കാറിൽ വരുന്ന സമയത്ത് പ്രേമേച്ചി പെട്ടെന്ന് കാറിൻ്റെ മുന്നിലേക്ക് വരികയാണ് ഉണ്ടായത്, പിന്നെ പ്രേമേച്ചി ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് എന്ന് ദേവിക കള്ളം പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിരഞ്ജൻ്റെ ക്ലിനിക്കിൽ നിന്നാണ് പ്രേമയെ കിട്ടിയത് എന്നറിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് കരുതിയാണ് ദേവിക അങ്ങനെ പറയുന്നത്. അങ്ങനെ പ്രേമയ്ക്ക് കുഴപ്പമൊന്നുമില്ല
ബോധമില്ല എന്തായാലും ഞാൻ പരിശോധിച്ച ശേഷം പറയാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, മോള് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്തുകൊണ്ടും നന്നായുള്ളൂ. നിരഞ്ജൻ ഡോക്ടർ അല്ലെങ്കിൽ പോലീസുകാർ സംശയിച്ച് അറസ്റ്റ് ചെയ്തേനെ എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല അച്ഛാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ എന്തിനാണ് നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് പോയത് എന്നായിരിക്കും പോലീസുകാർ ചോദിക്കുക. പിന്നെ വാദിയെ പ്രതിയാക്കുന്ന തരത്തിലാവും പോലീസുകാരുടെ നടപടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ല, നമ്മൾ ക്ലിനിക്കിൽ നിന്നാണ് പ്രേമേച്ചിയെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ കേസ് വളച്ചൊടിക്കും, എന്നിട്ട് നമ്മളെ തന്നെ പ്രതികളാക്കും. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മനോഹരൻ പറയണ, എന്തുകൊണ്ടും മോൾ അങ്ങനെ പറഞ്ഞത് നന്നായുള്ളൂ. എന്താ മോള് പെട്ടെന്ന് സിദ്ധുവിനെ വിളിച്ച് കാര്യം പറ. അങ്ങനെ ദേവിക സിദ്ധുവിന് ഫോൺ വിളിക്കാൻ നിൽക്കണം. സമയം അക്ഷര നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിരഞ്ജൻ്റെ ഫോൺ കിട്ടാത്തതിൻ്റെ പരിഭവത്തോടും വിഷമത്തോടു കൂടിയാണ് കേട്ടോ അക്ഷര നിൽക്കുന്നത്. അപ്പോൾ ജയശങ്കർ വന്ന് ചോദിക്കണം, അല്ല നിരഞ്ജൻ എവിടേക്കാണ് പോയത്? എനിക്കറിയില്ല അച്ഛാ. അപ്പോൾ നിന്നോട് പറഞ്ഞില്ല? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അപ്പം നീ ചോദിച്ചതുമില്ല? ഇല്ല, ഞാനും ചോദിച്ചില്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ്. എങ്കിൽ ഞാൻ പറയാം നിന്നോട്, നിരഞ്ജൻ ഇപ്പോൾ പോയിട്ടുണ്ടാവുക നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കും. അമ്മ അവിടെ തനിച്ചല്ലേ, അപ്പോൾ അമ്മ വിളിച്ചത് കൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതായിരിക്കും നിരഞ്ജൻ നിന്നോട് പറയാതെ പോയത്. ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അക്ഷര നിനക്ക് തന്നെയാണ് നാളെ ദോഷം വരിക. ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അത് നിനക്കും കുറച്ച് ബുദ്ധിമുട്ടാവും. അതെങ്ങനെ അച്ഛാ, അമ്മ വിളിച്ചാൽ പോവാതിരിക്കുമ്പോൾ അതെങ്ങനെ ബുദ്ധിമുട്ടാവുന്നത്? അച്ഛൻ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ വെറും തോന്നൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വിളിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അദ്ദേഹം അവിടെ ചെല്ലേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മോള് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിരഞ്ജൻ്റെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് കൂട്ടുകിടക്കാൻ ഒരാളെ ഏർപ്പാടാക്കും. അല്ലാതെ നിരഞ്ജൻ അവിടെ പോയി കിടക്കുന്നതൊക്കെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നിനക്ക് നാളെ ഉണ്ടാവുക. നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അക്ഷര പറയണ, ആദ്യം അച്ഛൻ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റും. അച്ഛൻ ഇങ്ങനെയൊക്കെ കടന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അച്ഛനും ബുദ്ധിമുട്ട് തന്നെയാണ് മാനസികമായിട്ടുണ്ടാവുക. അതുപോലെ ഈ കേൾക്കുന്ന എനിക്കും മാനസികമായി ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അക്ഷര പോവുകയാണ് കേട്ടോ. അപ്പോൾ ജയശങ്കറിന് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. അക്ഷര ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ നാളെ എൻ്റെ മോളുടെ ജീവിതത്തിനൊരു ദോഷം വരും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ജയശങ്കർ. പെട്ടെന്ന് തന്നെ സ്വാമിക്ക് വിളിക്കുകയാണ്. ഞാനിപ്പോൾ റൂമിലേക്ക് പോയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാനിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ പെട്ടെന്ന് തന്നെ നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് പോകണം. അതെന്തിനാ അവിടേക്ക് പോകുന്നത്? നിരഞ്ജൻ ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട്. നിരഞ്ജൻ്റെ അമ്മ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനൊരു മുൻകരുതൽ എടുക്കുകയാണ്. നിരഞ്ജൻ അറിയാതെ നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത്രയ്ക്ക് ശരിയല്ല. അതുകൊണ്ട് നിരഞ്ജൻ എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മോൾക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സ്വാമിയോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ സ്വാമി പറയണ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ സ്വാമി ചിന്തിക്കുന്നത്, ഞാൻ തന്നെ നിരഞ്ജന് കൊടുക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തിനാണ് സാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഉള്ള സ്വാമി നിൽക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് ജയശങ്കർ സാർ മനസ്സിലാക്കിയാൽ എൻ്റെ കാര്യം അതോടുകൂടി തീർന്നു എന്നുള്ള ഭാവത്തിലാണ് സ്വാമി നിൽക്കുന്നത്. പിന്നീട് ശരത്ത് നല്ല സന്തോഷത്തിൽ വീട്ടിലേക്ക് വരാം കേട്ടോ. അപ്പോൾ പ്രിയ കാണുകയാണ്. എന്നിട്ട് പ്രിയ ചോദിക്കണം, അല്ല എവിടെയായിരുന്നു ഇത്രയും നേരം? ഇതൊക്കെ ചോദിക്കാൻ എനിക്കൊരു ആളുണ്ടല്ലോ, അതുതന്നെ വലിയ സന്തോഷം. പ്രിയ ചോദിച്ചത് ഒന്നുകൂടി ചോദിക്കുമോ? എനിക്ക് കേൾക്കാനുള്ള സുഖം കൊണ്ടാണ്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, അല്ല സ്വീറ്റായിട്ട് വേണോ അതോ മധുരം കൂട്ടി വേണോ? അപ്പോൾ ശരത്ത് പറയണേ, എനിക്ക് പ്രമേഹമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മധുരം കൂട്ടി തന്നെ പറഞ്ഞു. ഓ പ്രിയ പറയണേ, എവിടെയായിരുന്നടാ പട്ടി നീ ഇത്രയും നേരം എന്ന് ചോദിച്ചു. എന്ത് എടാന്നോ പട്ടീന്നോ? എന്തടി നീ വിളിച്ചത്? ആരാണെന്നുള്ളത് നിനക്കറിയുമോ? അപ്പോൾ പ്രിയ, നീ ആരായിരുന്നാലും എനിക്കെന്താടാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോഴത്തേക്കും തിരിച്ച് ശരത്തും ദേഷ്യപ്പെടാൻ എടി എന്ന് പറഞ്ഞു അങ്ങ് ഒരുങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് മുത്തശ്ശി വരികയാണ്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് നല്ല സ്നേഹത്തിൽ വരികയാണ് കേട്ടോ. എവിടെയായിരുന്നു മോനെ നീ ഇത്രയും നേരം? ഓ പ്രിയ പറയണ, എത്തി മുത്തശ്ശി. ശരത്തേട്ടൻ ഓടി നടക്കായിരുന്നു ഇത്രയും നേരം. പാവം അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ആ ടെൻഷനിലാണ് ശരത്തേട്ടൻ നടക്കുന്നത്. അപ്പോൾ ശരത്ത് പറയണ, അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് മുത്തശ്ശി. ഹോം നേഴ്സിനെ കിട്ടുകയാണെങ്കിൽ അത് എത്രയും നല്ലതല്ലേ മുത്തശ്ശി? അതാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയത്. അപ്പോൾ പ്രിയ പറയണേ, എന്നിട്ട് കിട്ടിയോ? അപ്പോൾ കിട്ടി എന്ന് ദേഷ്യത്തിൽ ശരത്ത് പ്രിയോട് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു അവരെ കുറിച്ച് ഓർത്ത്. അതെന്താ ഇവിടെ എന്താ പറ്റിയത്? അതൊന്നും മോനോട് പറയാൻ പറ്റില്ല. ഇപ്പോൾ മനോഹരൻ വിളിച്ചിരുന്നു, പെട്ടെന്ന് കേടായിന്നോ പെട്രോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. ഇപ്പോൾ ദേവിക മനോഹരൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയും, ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ കാർ ഒരു കേടായ കാറാണ്, അത് പെട്ടെന്ന് വിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആരും അത് കേട്ടില്ലല്ലോ. അപ്പോൾ പ്രിയ പറയണേ, പെട്രോൾ തീർന്നാൽ ഏത് വണ്ടിയും വഴിയിൽ കിടക്കും. അപ്പോൾ ശരത്ത് പറയണേ, പെട്രോൾ തീർന്നതാണെന്നുള്ളത് എങ്ങനെ പ്രിയക്കറിയാം? അപ്പോൾ പ്രിയ തിരിച്ചും ചോദിക്കുകയാണ്, വണ്ടിക്ക് വേറെന്തെങ്കിലും സംഭവിച്ചതാണെന്നുള്ളത് നിനക്കെങ്ങനെ അറിയാം? ആ പാവം വണ്ടിയെ വെറുതെ കുറ്റം പറയണ്ട. ചേട്ടൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി.
മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെറുതെ തലയിടാൻ നോക്കണ്ട. ആ വണ്ടി വഴിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും. വണ്ടി ഒരു സാധാരണ വണ്ടിയല്ല എന്നുള്ളത് ചേട്ടന് നന്നായിട്ട് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നോളണം കേട്ടോടാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പ്രിയ പോകുന്നത്. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും ശരത്തും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി, അല്ല ശരത്ത് മോനെ, അവൾ എന്താ വിളിച്ചത് അവസാനം? എടാ എന്നല്ലേ വിളിച്ചത്? അവൾ അങ്ങനെ വെറുതെ വിടരുത്. ഇതിനെല്ലാം കാരണം ആ ദേവികയാണ് മുത്തശ്ശി. ഇതിനൊക്കെ ഒരു ദിവസം വരും എനിക്ക്, അന്ന് എല്ലാം മനസ്സിലാവും, ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് അവർ തന്നെ മനസ്സിലാക്കും. അതുവരെ കാത്തിരിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞു പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി ഇവരൊക്കെ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മുത്തശ്ശിക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നത്. ഈ സമയം ദേവിക സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സിദ്ധു എവിടെ, വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ വീട്ടിലാണ് എന്ന് പറയണം. സിദ്ധു എത്രയും പെട്ടെന്ന് ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റി ദേവിക എന്ന് ചോദിക്കുമ്പോൾ പ്രേമേച്ചിയെ കിട്ടി, പ്രേമേച്ചി ഹോസ്പിറ്റലാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്താ ദേവിക, എവിടെന്നാ പ്രേമേച്ചിയെ കിട്ടിയത്? അതൊക്കെ ഞാൻ നേരിട്ട് വന്ന് പറയാം. ആദ്യം സിദ്ധു ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരണം. പ്രേമേച്ചിക്ക് വേറെ ഒരു കുഴപ്പവുമില്ല. പ്രേമേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്, തളർച്ചയും ബോധം ഇതുവരെയും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് സിദ്ധു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറയട്ടോ. അങ്ങനെ സിദ്ധു പെട്ടെന്ന് ഫോൺ വെച്ച ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ ഈ സന്തോഷ വാർത്ത എങ്കനോടും അച്ഛനോടും പറയാണ്. അത് കേട്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ ചന്ദ്ര ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ്. എങ്ങനെ ഇവർക്ക് പ്രേമയെ കിട്ടി എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് സിദ്ധു പറയണേ, ഞാൻ പറഞ്ഞില്ലേ 3 ദിവസത്തിനുള്ളിൽ പ്രേമേച്ചയെ ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ളത്. ഇതിപ്പോൾ 3 ദിവസമൊന്നും എടുത്തില്ല. അപ്പോഴത്തേക്കും പ്രേമേച്ചയെ ഞങ്ങൾ കണ്ടെത്തി. അതും ദേവികയാണ് പ്രേമേച്ചയെ കണ്ടെത്തിയത്. അപ്പോൾ അവൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര നല്ല പേടിച്ചിട്ടാണ് ഷോക്കായി നിൽക്കുന്നത്. എന്നിട്ട് രംഗൻ ചോദിക്കണം, എന്നിട്ടിപ്പോൾ പ്രേമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പ്രേമേച്ചിക്ക് ഒരു കുഴപ്പവുമില്ല, പക്ഷേ പ്രേമേച്ചിക്ക് ബോധം വന്നിട്ടില്ല, നല്ല ക്ഷീണവും തളർച്ചയുമുണ്ട്. ദേവികയും അച്ഛനും ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ മനോഹരനും കൂടി ചേർന്നാണ്, ദേവികയും മനോഹരനും കൂടി ചേർന്നാണ് പ്രേമയെ കണ്ടെത്തിയത് എന്ന് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയണേ, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോൾ സിദ്ധു ചന്ദ്രയോട് പറയണേ, എന്താ പ്രേമേച്ചയെ കിട്ടിയെന്ന് കേട്ടപ്പോൾ നിനക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തത്? നിന്റെ മുഖത്ത് നല്ല പേടിയുണ്ടല്ലോ. എനിക്കെന്തിന് പേടി? എനിക്ക് ഒരു പേടിയുമില്ല. അല്ല, നിന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും പ്രേമേച്ചി സംസാരിച്ചു തുടങ്ങട്ടെ. എന്നിട്ട് പ്രേമേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ നീയാണെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ ഡിവോഴ്സിനൊന്നും കാത്തു നിൽക്കേണ്ടി വരില്ല. പിന്നീടുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര പരിഭ്രമത്തോടു കൂടി പറയണേ, ഞാനൊന്നുമല്ല പ്രേമേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ. എനിക്കെന്തിനാ പ്രേമേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ? ഞാനൊന്നുമല്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ച് നമുക്ക് നോക്കാം. നീ പറഞ്ഞത് നാളെ മാറ്റി പറയരുത്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഇല്ല, ഞാൻ മാറ്റി പറയില്ല. പ്രേമേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാനൊന്നുമല്ല. അപ്പോൾ രംഗം പറയണ, അലിയ, ഇവള് പറഞ്ഞത് പൂർണ്ണമായൊന്നും വിശ്വസിക്കേണ്ട. കാരണം ഈ വീട്ടിലെ സ്വർണ്ണങ്ങൾ മുഴുവനും കാണാതായിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രേമയോട് ചോദിച്ചറിയാം. എല്ലാ കാര്യങ്ങളും പ്രേമ പറയുമല്ലോ എന്താണ് സംഭവിച്ചത് എന്ന്. എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ സിദ്ധുവും രംഗനും അച്ഛനും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ നല്ല ടെൻഷനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് തന്നെ ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശരത്താണെങ്കിലോ എന്തായിരിക്കും, പോലീസ് വന്നോ, നിരഞ്ജന അറസ്റ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ അറിയാഞ്ഞിട്ട് വെപ്രാളം പിടിച്ചുകൊണ്ടാണ് കേട്ടോ ശരത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കോള് കാണുമ്പോൾ, ചന്ദ്രയുടെ കോള് കാണുമ്പോൾ ശരത്ത് ഫോൺ എടുക്കുന്നില്ല, ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് പറ്റി, ശരത്ത് എന്താ ഫോൺ എടുക്കാത്ത എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് തങ്കച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ തങ്കച്ചിയും നല്ല ടെൻഷനായി നിൽക്കുകയാണ്. നിരഞ്ജന അറസ്റ്റ് ചെയ്തോ അതോ എന്താ ഉണ്ടായത് എന്ന് അറിയായിട്ട് എല്ലാവരും നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രയുടെ കോള് കാണുമ്പോൾ തങ്കച്ചിയും കട്ട് ചെയ്യണം. അപ്പോൾ ചന്ദ്ര നല്ല ടെൻഷനാവുകയാണ്. ഇതെന്താ ഇവർ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ലല്ലോ, രണ്ടുപേരും എന്താ ഫോൺ കട്ടാക്കുന്നത്? ആ പ്രേമേച്ചിയെ കിട്ടിയ കാര്യം, സിദ്ധുവും രംഗനും അച്ഛനൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയ കാര്യം എങ്ങനെയാണ് ഇവരെ ഒന്ന് അറിയിക്കുക? ഇവരെന്താ ഫോൺ എടുക്കാത്തത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര ഇരിക്കുന്നത്. ഇങ്ങനെ നിരഞ്ജനെ കൊടുക്കാൻ നോക്കിയ ശരത്തും തങ്കച്ചിക്കും നല്ലൊരു തിരിച്ചടി തന്നെയാണ് ദേവിക കാരണം കിട്ടുന്നത്. അങ്ങനെ ദേവിക വീണ്ടും നിരഞ്ജന്റെ രക്ഷയ്ക്കായി എത്തുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.